കമലഹാസനും രജനീകാന്തിനും ഒപ്പം തന്നെ സ്റ്റാറായ ആളായിരുന്നു. പലപ്പോഴും എന്നോട് ചോദിക്കും, പലരും എന്നെ തെറ്റിദ്ധരിക്കാറുണ്ട്. ആ സ്റ്റാർഡം കൈ കിട്ടിയിട്ട് പൂമാല കളഞ്ഞ് പൊളിച്ചെടുത്തനാണെന്ന് പറയാം. നോ, സ്റ്റാർഡം ഈസ് നോട്ട് ദ എവറിത്തിങ് ഇൻ മൈ ലൈഫ്. സ്റ്റാർഡം ഈസ് എ ബേർഡൻ. അറിയാവോ? അത് ഞാൻ റിയലൈസ് ചെയ്ത രജനീകാന്തിൽ നിന്നാണ്. ഒരു ഫ്രീഡം ഇല്ലാത്തൊരു ലൈഫാണ്. അവിടെയാണ് ഞാൻ എൻ്റെ മാറ്റങ്ങൾക്ക് ആദ്യം ഉണ്ടായി. രണ്ടാമത് സൊമേന്ദർ റോയ്, സത്യജിത്രയുടെ ക്യാമറമാൻ്റെ കൂടെ 2 പടം വർക്ക് ചെയ്യാറ്. സോ പുള്ളി എന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കി തന്നു. ദിസ് ഈസ് നോട്ട് ഫൈനലി എനിക്ക് നന്നായിട്ട് അറിയാം, ഈ സ്റ്റാർഡം കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ക് വേണം. രണ്ടാമത് അതൊരു ഒരു ടീം വർക്ക് വേണം. മനസ്സിലായില്ലേ? കമലഹാസനും രജനീകാന്തിനും ഒപ്പം തന്നെ സ്റ്റാറായ ആളായിരുന്നു. അല്ല, ഞാനത് എൻജോയ് ചെയ്തു. ഞാനത് ആ സ്റ്റാർഡം ഒരിക്കലും അനുഭവിക്കാതെ പോയിരുന്നെങ്കിലല്ലേ ഉള്ളൂ. ഞാൻ അനുഭവിച്ചു. ഞാൻ വേറൊരു തരത്തിലേക്ക് അവരൊന്നും എത്തപ്പെടാത്ത മറ്റൊരു മേഖലയിൽ ഞാൻ എത്തിയില്ല. അക്കാഡമിക്കല് ഞാൻ ഈ ലോകം മുഴുവൻ സിനിമ പഠിപ്പിക്കുന്നതും സിനിമയുടെ ഒരു പുതിയ ഗ്രാമർ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ എം മോർ ദാൻ ആൻ ആക്ടർ. ഞാൻ പറഞ്ഞില്ല, ഒരു ഫെസ്റ്റിവൽ സ്വന്തമായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ട് കൊച്ചി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ചെയ്ത് മക്ബൽ ബഫിന് ആൾക്കാരെ കൊണ്ടുവന്നത്. ഞാൻ ബഹ്റൈനിൽ ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്, ഒമാനിൽ ഫിലിം ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്, ഞാൻ പാരീസിൽ കൊണ്ടുപോയി ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലോകം മുഴുവനും അങ്ങനെ ഒരു തലം ഞാൻ ഇല്ലാതായി പോയില്ലേ. നമ്മൾ മറ്റൊരു വശത്തിന് നമുക്ക് ഉണ്ടാകുന്ന ഒരു വശത്തിന് കാണാതെ ഒരു വശം മാത്രമായിട്ട് ഞാൻ ജീവിക്കില്ലേ? അതിൽ ഞാൻ പിന്നെയും ഒരു കോമ്പറ്റീഷനിൽ വരില്ലേ? ആ കോമ്പറ്റീഷനിൽ നിൽക്കുന്നതിനേക്കാളും ഭേദം ഞാൻ പപ്പടസം തപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഞാൻ ചെയ്യാവുന്നതെല്ലാം എനിക്ക് കിട്ടി. ഞാൻ ഇനി വേണ്ടത് എൻ്റെ സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ള പരിശ്രമമായിരിക്കും പിന്നെ ഉള്ളത്. മനസ്സിലായ? എൻ്റെ സ്റ്റാർഡം നിലനിർത്താനുള്ള പരിശ്രമമാണോ വേണ്ടത്? ഞാൻ ദ അതർ സൈഡ് ഓഫ് ദ വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യണമാണോ വേണ്ടത്? അത് എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു.